നമ്മൾ നിരന്തരമായി സർക്കാരിനോട് ഈ കേരളത്തില് മാറി മാറി വന്ന എല്ലാ സർക്കാരുകളോടും നമ്മൾ ആവശ്യപ്പെട്ട കാര്യമാണ് നമുക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണം എന്ന്. അതുപോലെ തന്നെ PRD അനുവദിക്കുന്ന ഒരു ID കാർഡ്, PRDയുടെ ID കാർഡിന് ഓരോ പ്രാദേശിക തലങ്ങളിൽ വാർത്തകൾ ശേഖരിക്കുന്ന മാധ്യമ പ്രവർത്തകരും അർഹരാണ്. പക്ഷെ അത് നൽകുവാനായി സർക്കാരിന് കഴിയുന്നില്ല. അതിന് വിവിധ കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയും. ഇത്തരം ആവശ്യങ്ങളാണ് സർക്കാരുകളുടെ മുമ്പിലേക്ക് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ വച്ചിട്ടുള്ളത്. നമ്മുടെ വിവിധ വേദികളിൽ ഈ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നടന്ന വിവിധ വേദികളിൽ ഈ 12 വർഷമായി നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ചില കാര്യകാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത് നടപ്പിലാക്കി എടുക്കുവാനുള്ള ബുദ്ധിമുട്ടുകളും സാങ്കേതികമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതിൽ ചില ഘടകങ്ങൾ നമുക്കെതിരായി നിൽക്കും. അപ്പൊ അത്തരം വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കഴിയുന്ന ഒരു സാഹചര്യവും സംജാതമാകണം എന്നുള്ളതാണ് അസോസിയേഷന്റെ ഒരു ആഗ്രഹം. നമുക്ക് വളരെ എളുപ്പത്തിൽ തരുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിലെ പ്രാദേശിക തലങ്ങളിൽ വാർത്തകൾ ശേഖരിക്കുന്ന മാധ്യമ പ്രവർത്തകർ. ഞാൻ ഊന്നി പറയുവാൻ ആഗ്രഹിക്കുകയാണ്, പ്രാദേശിക തലങ്ങളിൽ വാർത്തകൾ ശേഖരിക്കുന്ന മാധ്യമ പ്രവർത്തകർ. സർക്കാർ എന്ന പുതിയ റോഡുകൾ കൈ അനുവദിച്ചു. വാർത്ത കൊടുത്താൽ ചരമക്കോളത്തിന്റെ താഴെ ആ പ്രമുഖ പത്രം അടിച്ചു വരുമ്പോൾ ചരമക്കോളത്തിന്റെ താഴെ അനുകൂല വിധത്തിൽ കോട്ടയത്ത് എന്നൊരു വാർത്തയാണ്. അതിന്റെ താഴെ കിട്ടിയത് പറയുന്നു, കിട്ടിയതല്ല കിട്ടിയെന്ന് പറയപ്പെടുന്നു. അവര് പറയുന്നു, നമ്മൾ സത്യമല്ല. അവര് പറയുന്നു ഇയാളപ്പ അയാളുടെ രാഷ്ട്രീയം, അയാളുടെ ലേഖന്റെ ദുഷിച്ച മനസ്സിൽ കിടക്കുന്ന രാഷ്ട്രീയം. നമ്മൾ വാർത്തയാണ്. ആർക്കാണ് 16 കോടി റോഡ് വരുമ്പോൾ ചുറ്റുപാട് താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം വളരെ അണിലോക വിധത്തിന്റെ താഴെ കൊണ്ടുപോയിട്ട് വരും. ചെറുതായിട്ട് അങ്ങനെ പറയുന്നു എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെയാണോ പത്രപ്രവർത്തനം? അതൊരു പ്രധാന വാർത്തയാണ്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് സന്തോഷം കൊടുക്കുന്ന, അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നൊരു വാർത്ത അറിയിക്കുന്നതിന് പകരം ഈ പറഞ്ഞുള്ളത് വേരുകൾ കാണിച്ചാൽ ഇത് കള്ളത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ജനങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഇനി എന്ത് നിങ്ങൾ പ്രാദേശിക വാർത്തകൾ കൊടുക്കുന്നത് നമ്മളെ കയ്യിൽ നിന്ന് ചമച്ച് എന്തുകൊണ്ട് ഇട്ടു എന്ന് ധൈര്യമായിട്ട് പറയുന്നു. ആരും വിശ്വസിക്കില്ല. എന്നാൽ സത്യം അറിയാൻ വേണ്ടി ആദ്യം നോക്കുന്ന പ്രാദേശിക ചാനലില്ല എന്താണ് നടന്നത്. അപ്പൊ പുന്നലയിൽ ഒരു സംഭവം നടന്നു. പുന്നല ലേഖന അല്ലെങ്കിൽ വീട്ടിൽ പോയിരുന്നേച്ചാണ് കൊടുക്കുന്നറിയാൻ. പക്ഷെ ആ ഉദാഹരണത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് സത്യമാണ്. ഇത് മറ്റേ ആൾക്ക് വിരോധം കൊണ്ട് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും. അപ്പൊ ആ സത്യം പറയാൻ ഇപ്പൊ നമ്മൾ പത്തനാപുരം ടൗണിൽ ഒരു വിശേഷം നടന്നാൽ ഒരു പത്തനാപുരത്ത് ഇവിടെ വിദേശത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ആൾക്കാർ. അവര് ഇതെടുത്ത് നോക്കും, എന്താണ് പത്തനാപുരത്തെ TCM ചാനൽ തുറന്നു നോക്കും, എന്താണ് പത്തനാപുരത്തിന്റെ സംഭവം നടന്നത്. ശരി, ഇങ്ങനെ അവര് പറഞ്ഞ കറക്റ്റ് അവർ കണ്ണുമുമ്പിൽ കണ്ടതാണല്ലോ. ഈ കാക്കയെ ഛർദ്ദിച്ചു എന്ന് പറയുന്നവനാണ്. പണ്ടൊരു സ്ഥലത്ത് ഒരാൾ പറഞ്ഞു ഓടി നമ്മൾ വെട്ടി നോക്കിയിട്ട് ഈ മരുഭൂമി കൂടെ നടന്ന് അവിടെ പോയിട്ട് നടക്കാൻ വയ്യ, അത് കൊടുത്താൽ മതി. അപ്പൊ അതുകൊണ്ടുള്ള ആളുകളുണ്ട്. കാരണം അവർക്ക് എന്ന സൗകര്യം ദൈവം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവർ കൊടുക്കുന്നതാണ്. അപ്പൊ ആകെ വിഷമിച്ചു. പിന്നെ ആ യൂസഫലി എന്ന് പോയിട്ട് ഊന്നൂര് പറയുന്നത് യു എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കില്ല. അങ്ങനെയാണ് രാജസ്ഥാനിലെ മരുഭൂമിയുടെ നടുക്കുള്ള ഒരു ഗ്രാമത്തിൽ മരിപ്പച്ച നടുക്കൊരു ഗ്രാമം. അവിടെ ആ മരിപ്പച്ചയിൽ ഒരു കോടതി, ആ കോടതിയിലാണ് കേസ്. നടന്ന് ട്രെയിൻ പോവില്ല, കാറും പോകത്തില്ല, ഒട്ടകത്തിന്റെ പുറത്തൊക്കെ പോകേണ്ടി. അതുകൊണ്ട് അത്തരം വലിയ ആളുകളുണ്ട്, അതെ അവർക്ക് അതിന് കഴിയും. പക്ഷെ സാധാരണക്കാരൻ ഇത് വിട്ടു. എന്നോട് പറഞ്ഞു പറയാൻ കഴിയും അങ്ങനെ പറയാൻ അങ്ങനെ സംഭവമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമന്തൂരും കാണത്തില്ല, എന്നെ കത്തിച്ചാമ്പലായി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ലോകത്ത് സത്യത്തിന് വേണ്ടി നിൽക്കണം. മാധ്യമപ്രവർത്തനം എന്നും വാർത്തകളെ സാഹസികമായി എവിടേക്ക് എത്തി. 1-ാം ലോകമഹായുദ്ധത്തിൽ, 2-ാം ലോകമഹായുദ്ധത്തിൽ ഇവിടെയെല്ലാം മാധ്യമപ്രവർത്തകർ വായിച്ചു നോക്കി. ഏത് അപകടകരമായ ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ടുള്ള സാഹസികമായ മാധ്യമപ്രവർത്തകർ നടത്തിയ ചരിത്രമാണ്. യുദ്ധഭൂമിയിൽ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് ജീവൻ ഭരിച്ച അനേകം മാധ്യമപ്രവർത്തകർ. അവര് സത്യം വിളിച്ചു പറഞ്ഞിട്ട് അവർ ജീവൻ കിട്ടും. പക്ഷെ ആ ഒരു പോരാട്ടം വലിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആരാണ് വന്നത്? ബ്രിട്ടനെതിരെ സമരം ചെയ്യുന്ന മഹാത്മാഗാന്ധിയെ ഇന്റർവ്യൂ എടുക്കാൻ ബ്രിട്ടനിൽ നിന്നാണ് മാധ്യമപ്രവർത്തകർ വന്നത്. അപ്പൊ എത്രത്തോളം നിഷ്പക്ഷവാദികളായിരുന്നു അന്നെന്നാലും സ്വന്തം രാജ്യം കാണിക്കുന്ന തെറ്റിനെ മഹാത്മാഗാന്ധിയുടെ വായിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സ്വാതന്ത്ര്യം പോരാടുന്ന സമര വീരന്മാർക്ക് വേണ്ടിയിട്ട് മാധ്യമ പ്രവർത്തനം നടത്തി അത് ലോകത്തെ അറിയിക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷ് അമേരിക്കൻ മാധ്യമങ്ങളാണ് വന്നതെന്ന് ആലോചിക്കുന്നത്. അപ്പൊ അത്രത്തോളം മാധ്യമ പ്രവർത്തനത്തിൽ നിഷ്പക്ഷതയുണ്ടായിരുന്നു. അത് അവരെ മൂല്യം വർദ്ധിപ്പിച്ചു. അവർ പക്ഷം പിടിക്കാൻ തുടങ്ങി അവരെ മൂല്യം
നമ്മളിഷ്ടമുള്ള വോട്ട് ചെയ്യും, നമ്മളിഷ്ടമുള്ള വോട്ട് പിടിക്കും. നമ്മൾ ചിലപ്പം പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കും, അല്ലെങ്കിൽ പാർലമെന്റിൽ മത്സരിക്കും, ജയിക്കും. പക്ഷേ മറ്റുള്ളവരെ അധിക്ഷേപിക്കാനും അസത്യം പ്രചരിപ്പിക്കാനും നമ്മുടെ ആവശ്യം നടത്താൻ വേണ്ടി കള്ളം പറഞ്ഞാൽ ഈ കള്ളം സത്യം തെളിയും. കുറച്ച് ദിവസം കഴിയുമ്പോൾ തെളിയും, അയ്യോ പറഞ്ഞവൻ അയ്യേ എന്നായി പോകുന്നില്ല. അതുകൊണ്ട് സത്യം പ്രചരിപ്പിക്കാൻ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ നടക്കുന്ന സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ ഈ കൊടുക്കും തമ്മിലും ചേർത്ത് അല്പം മഞ്ഞ പെയിന്റൊക്കെ അടിച്ച് വാർത്തകൾ കൊടുക്കുന്നത് നല്ലതല്ല. സത്യം വന്നാൽ നമുക്ക് കാണുമ്പോൾ ഒരു ലോക്കൽ ചാനലാണെങ്കിൽ പോലും അവര് പറഞ്ഞെങ്കിൽ സത്യമായിരിക്കും എന്ന് പറയുന്നിടത്താണ് ഒരു പത്രപ്രവർത്തകന്റെ മൂല്യം. അവിടെയാണ് മൂല്യം. കാരണം അത് തറവാടിത്തെന്ന് പറയില്ല, അയാൾ പറഞ്ഞ് കറക്റ്റാണ്, അത് തെളിഞ്ഞു എന്ന് പറയണം. അല്ലാതെ അയാൾ അന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് പോയി? നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ അന്ന് സൂചിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും വിഷയം എടുത്തിട്ട് കാര്യമാണ്. സത്യം പറഞ്ഞാൽ അതിനെന്നും ഒരു വിലയുണ്ട്. പണ്ടൊക്കെ മാധ്യമ പ്രവർത്തനം ഞാൻ ശ്രദ്ധിക്കുന്നു. അപ്പൊ അരിക്ക് വില കൂടിയെന്ന് അറിഞ്ഞാൽ പിന്നെ മാധ്യമങ്ങൾ അതിന്റെ പുറകിലുണ്ട്. അവസാനം അരിക്ക് വില കുറപ്പിച്ചിട്ടേ മാധ്യമങ്ങൾ അടങ്ങും. അതായത് മാധ്യമം ഇപ്പൊ അങ്ങനെയല്ല. രാവിലെ തുടങ്ങുന്ന ഒരു വിഷയം ആരെങ്കിലും ഒരു വ്യക്തിയെ ആക്രമിക്കുക, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ ആക്രമിക്കുക, രാത്രിയാകുമ്പോൾ അവസാനിപ്പിക്കുക, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വേറൊരു പാലേജ് ഇറങ്ങുക. അതല്ല സത്യസന്ധമായ മാധ്യമം. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പം പൊതുജനങ്ങളുടെ മനസ്സിൽ നമ്മുടെ വിശ്വസ്തത നഷ്ടപ്പെടുക. അത് നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാ മാധ്യമ പ്രവർത്തകരും ശ്രദ്ധിക്കണം. പ്രാദേശിക മാധ്യമ പ്രവർത്തകർ നിങ്ങളെ സംഘടനയെ അവർ അക്രഡിറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അതെന്താണ്? ഈ ശാസ്താംകോട്ട അമ്പലത്തിലുള്ളതുപോലെ അമ്പലക്കുറങ്ങും ചന്തക്കുറങ്ങും എല്ലാവരും തന്നെ. എല്ലാ മാധ്യമ പ്രവർത്തകരും സാഹിത്യമായ എഴുതാനുള്ള വാസന വേണം, കാര്യങ്ങൾ പറയാനുള്ള സംഭാഷണ ചാതുരി വേണം. ഇതെല്ലാം ഈ മാധ്യമ പ്രവർത്തകർ ദൃശ്യമാധ്യമത്തിലാണെങ്കിൽ ശരി പറയാനുള്ള ഒരു നല്ല ചാതുരി വേണം. പത്രമാധ്യമത്തിൽ എഴുതാനുള്ള അന്ന് ധാരാളം ചെറിയ ചെറിയ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ചെറിയ പത്രങ്ങളൊന്നുമില്ല, വല്ല പത്രങ്ങളുണ്ട്. പത്രം വായിക്കുന്നതിന് എണ്ണവും കുറഞ്ഞു. കാരണം പത്രം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും പത്രം വരുത്താറില്ല. കാരണം ഒരു ചിലവായതുകൊണ്ട് വേണ്ടാന്ന് വെച്ചൊന്നുമില്ല. ഏതെങ്കിലും ഒരു കശുവണ്ടി തൊഴിലാളി വീട്ടിൽ പത്രം വരുന്നു, ഏതെങ്കിലും ഒരു തൊഴിലുറപ്പ് തൊഴിലാളി വീട്ടിൽ പത്രം. റിട്ടയർഡ് ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും കോളേജ് അധ്യാപകർ അവരങ്ങനെയുള്ള ആളുകളല്ലാതെ ആരാണ് പത്രം വരുത്തുന്നത്? അതിനെ പാർട്ടി ഓഫീസിൽ വരുത്തും, പഞ്ചായത്ത് ഓഫീസിൽ വരുത്തും. അപ്പം വിശ്വസിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ ചെറിയ ചെറിയ ചാനലുകളായിട്ട് യൂട്യൂബിൽ വരുന്ന ചാനലുകളൊക്കെ ഒരു ആളുകൾ വിശ്വസിക്കുന്നു. അതിൽ വളരെ ശാസ്ത്രീയമായി കാര്യങ്ങൾ വളരെ സത്യസന്ധമായി പറഞ്ഞു കൊടുക്കുന്നവർക്ക് നല്ല വിശ്വസ്തത ഉണ്ട് തന്നെയാണ്. ഞാൻ സംശയക്കാര്യത്തിലില്ല പറയുന്നത് ശരിയുള്ള കാര്യമാണ്. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വാർത്തകൾ ശേഖരിച്ച് നിങ്ങൾ കൊടുക്കുകയും അതിന് മുകളിലേക്ക് എന്തോ ഉയർന്ന തലത്തിലുള്ളവരെ പോലെ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഇന്ന് പലപ്പോഴും കേരളത്തിലെ പല ചാനലുകളിലും കാണുന്ന പ്രധാനപ്പെട്ട ലേഖകന്മാരിൽ പലരും ഈ ഗ്രാമപ്രദേശത്തെ പത്രപ്രവർത്തനം പ്രാദേശിക വാർത്തകൾ ശേഖരിച്ച് മുന്നോട്ട് വന്നവരാണ് പലരും. നല്ല നിലയിൽ പത്രപ്രവർത്തന രംഗത്ത്, ചാനൽ പ്രവർത്തന രംഗത്തും ഉയർന്നു വന്നിട്ടുള്ള പല വ്യക്തിത്വങ്ങളും അവരവർ ജനിച്ചു വളർന്ന നാട്ടിലെ പ്രാദേശികമായ വാർത്തകൾ ശേഖരിച്ച് നൽകിക്കൊണ്ട് അവര് പ്രാദേശിക ചാനലുകളിൽ നൽകിക്കൊണ്ടും മറ്റും കടന്നു വന്ന വ്യക്തികളാണ്. ഇന്നിപ്പോ എല്ലാവർക്കും യൂട്യൂബ് ചാനലുകളും വാർത്താ ചാനലുകളും തുടങ്ങാൻ കഴിയുന്ന സാങ്കേതിക വളർച്ചയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പരിധിയിലധികമായി അതിനെ മിസ്യൂസ് ചെയ്യുന്നതും ഇതിനൊരു കാരണമാണ്. വാർത്തകൾ സത്യസന്ധമായി പകർത്തി ശേഖരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പത്രധർമ്മം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് കരുതുന്നത്. പക്ഷെ അതിലൊരു ഈ വാർത്ത ശേഖരിക്കുന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും വാർത്തകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കിയെടുക്കാൻ, വാർത്തകളൊന്നും ഇല്ലെങ്കിൽ എല്ലാ വീട്ടിലും കയറിയിരുന്ന് അവരെ കുത്തിത്തിരിപ്പുണ്ടാക്കി വാർത്തകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു സമീപനം ആർക്കും നല്ലതല്ല. നമ്മുടെ നാട്ടിലൊരു വികസന പ്രവർത്തനം നടക്കുന്നു, അതിന് ചിലപ്പോൾ ഒരു തടസ്സവും ഉണ്ടാവും. പല കാരണങ്ങളാണല്ലോ നമുക്കറിയാം. അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം സത്യം മനസ്സിലാക്കി മാധ്യമപ്രവർത്തകർക്ക് വളരാൻ കഴിയും എന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മുടെ നാട്ടിൽ ധരിച്ചിരുന്നത് ചാനലുകളെ റേറ്റിംഗിൽ എത്തിക്കണമെങ്കിൽ മറ്റുള്ളവന്റെ അധിക്ഷേപിക്കുകയും അവന്റെ കുടുംബം തകർക്കുകയും മ്ലേച്ഛമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ഒരു മാധ്യമത്തിന് റേറ്റിംഗിൽ കയറാൻ പറ്റൂ എന്നൊരു ധാരണയില്ല. എനിക്ക് വളരെ അഭിമാനമുണ്ട്. എൻ്റെ നാട്ടുകാരനായ, നമ്മുടെ ഈ നാട്ടുകാരനായ ശ്രീ ശ്രീധരൻ നായരുടെ 24 ചാനലിൽ ഈ വക വൃത്തികളൊന്നും കാണിക്കാതെ റേറ്റിംഗിന് മുന്നിലെത്തി എന്നുള്ളത് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും മാതൃകയായ ഒരു കാര്യമാണ്. ഞാൻ എതിർത്തൊന്നും പറയാറില്ലെങ്കിലും പല കാര്യങ്ങളും യോജിക്കാൻ കഴിയും. ഇപ്പം 10ാമത്തെ ഒരു വികസന പ്രവർത്തനം തുടങ്ങും. അതിലെന്തെങ്കിലും ഒരു കാലതാമസം നേരിട്ടാൽ അതിൽ ആളെ സംഘടിപ്പിക്കാൻ മാധ്യമപ്രവർത്തകർ വേണ്ട കാര്യമില്ല. വാർത്തകൾ പ്രസിദ്ധീകരിക്കുക. ചില ആളുകൾ ചില വീടുകളിൽ കയറിയിരിക്കുക,
കണ്ടില്ലയോ, ഇവിടെ റോഡ് പണിയില്ലയോ, പൊടി പറക്കുന്നില്ലയോ, ഇവിടെ കുഴി കണ്ടില്ലയോ എന്നൊക്കെ ചോദിച്ച് ഇളക്കണ്ടായിരുന്നു. ഇവിടെ പൊടി പറക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ കുഴപ്പമുണ്ടെന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് വീടുകളിൽ കയറി കാൻവാസ് ചെയ്യുന്നത് രാഷ്ട്രീയക്കാരന്റെ ജോലിയാണ്. അത് പത്രപ്രവർത്തകന്റെ ജോലി. പത്രപ്രവർത്തകന് പല രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടാകും. പക്ഷെ മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ നിഷ്പക്ഷമായ മാധ്യമം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം സത്യസന്ധമായിട്ട് നമ്മൾ പറയാൻ കേൾക്കാൻ രസമുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, കള്ളം പലവട്ടം പറഞ്ഞാലും അത് കള്ളമായിട്ട് ഇരിക്കുന്നത്. കാലം കടന്നു പോകുമ്പോൾ ഇത് അസത്യമായിരുന്നു തെളിയും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാധ്യമ വേട്ടയ്ക്ക് ഇരയാണ്. 2001 10ാമത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്ന ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞതിന്റെ അന്ന് രാവിലെ മുതൽ തൊട്ടടുത്ത ദിവസം രാവിലെ മുതൽ മാധ്യമ വേട്ടയ്ക്ക് ഇരയാണ്. ഏഷ്യാനെറ്റിന്റെയും മാതൃഭൂമിയുടെയും മനോരമയുടെ ഒക്കെ വലിയ വേട്ടയ്ക്ക് ഇരയാണ്. എനിക്കൂടെ ഓർമ്മയുണ്ട്, ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് ആദ്യത്തെ ദിവസം അടിച്ചു. പിറ്റേ ദിവസം തൊട്ട് എനിക്കെതിരായിട്ട് പരിപാടി ആരംഭിച്ചു. അതിന് മുൻപ് നാളെ ഏഷ്യാനെറ്റാണ്. അപ്പൊ ഇതൊക്കെ പറയാൻ മടിയൊന്നുമില്ല. അതൊന്നും കൊണ്ട് 24 വർഷം ഞാൻ രാഷ്ട്രീയത്തിൽ പോയിട്ടുണ്ട്. എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ച കാര്യങ്ങളെല്ലാം കള്ളമായിരുന്നു എന്ന് കാലം തെളിയിച്ചു. കാരണം മറ്റൊരു ക്ഷേമമായി തുടങ്ങാന്ന് പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂല. കാരണം എന്താ, സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ഒരു പോഷൻ കിട്ടും. നിങ്ങളുടെ വീതം കൂടി അടച്ചാൽ നിങ്ങൾക്ക് മെച്ചമായ ഒരു ആനുകൂല്യം കിട്ടാനുള്ള യാതൊരു സാഹചര്യമില്ല. കാരണം ഈ ബാങ്ക് പലിശയാണ് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ക്ഷേമതയുടെ നിലനിർത്തുന്നത്. നിങ്ങൾ ഇടുന്ന പണവും സർക്കാർ നൽകുന്ന പണം കൂടി ഒരിടത്ത് നിക്ഷേപിച്ചിട്ട് അതിന്റെ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് നല്ലതായിരുന്നെങ്കിൽ അത് നമുക്ക് നല്ല നിലയിൽ നിലനിർത്തുകയും. പക്ഷേ ഈ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞു ഇപ്പൊ 6% വന്നു കഴിഞ്ഞു. ഈ 6% കൊണ്ട് നമുക്ക് നിക്ഷേപിക്കുന്ന പണത്തിന് യാതൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. ആ ഗ്രോത്ത് ഉണ്ടാകാതിരിക്കുമ്പോൾ നമുക്ക് ഇത് നിലച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ സാംസ്കാരിക ക്ഷേമനിധി. കാരണം സാംസ്കാരിക ക്ഷേമനിധി കൊണ്ടുവന്നത് അന്ന് ശ്രീ M.A. ബേബിയാണ് നിയമസഭയിൽ അവതരിപ്പിച്ചെങ്കിലും ഇതിനൊരു ഓഫീസും സംവിധാനങ്ങളും ഇതിനൊരു സിസ്റ്റം ഉണ്ടാക്കിയ ഞാനാണ്. സിനിമാ ടിക്കറ്റിൽ നിന്ന് 3 രൂപ വെച്ച് പിരിച്ചെടുക്കാനുള്ള സിനിമാ മന്ത്രിയായ എന്റെ തീരുമാനം. അതായത് സിനിമാക്കാരൊക്കെ എതിർത്ത്, തിയേറ്ററുകാരൊക്കെ ഭയങ്കര എതിർത്തെങ്കിലും ഒടുവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞുകൊണ്ട് 3 രൂപ വെച്ച് പിരിക്കാൻ സർക്കാരിനെ അനുവദിച്ചു. ക്ഷേമനിധി ബില്ല് കൊണ്ടുവന്നാണ്. അതിനകത്ത് രണ്ടാമത് സാംസ്കാരിക വകുപ്പാണെങ്കിലും ആ ബില്ല് പൈലറ്റ് ചെയ്യുന്നത് പഞ്ചായത്ത് മന്ത്രിയായിരുന്നു. മുനിസിപ്പൽ നിയമത്തിലാണ് കിടക്കുന്നത്. അങ്ങനെ തിയേറ്ററുകളിൽ നിന്ന് പണം പിരിക്കുന്നത്. അപ്പൊ ഒരു വലിയ തുക വരും. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ശക്തമായ 2 ക്ഷേമനിധി നടത്തുന്ന, ഒന്ന് ചെറുതൊഴിലാളി ക്ഷേമനിധി, ഒന്ന് സാംസ്കാരിക ക്ഷേമനിധി, പിന്നീട് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി. ഈ 3 ക്ഷേമനിധിയിൽ ഏതെങ്കിലും ഒന്നായിട്ട് ചേർന്നാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പുതിയൊരു ക്ഷേമനിധി മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി, പത്രപ്രവർത്തകർക്ക് വേണ്ടി മാത്രം, പ്രാദേശിക പത്രപ്രവർത്തകർക്ക് വേണ്ടി ഒരു ക്ഷേമനിധി തുടങ്ങുന്നത് അബദ്ധമാണെന്നുള്ള തോമസ് ഐസക്കിന്റെ ആശയം വളരെ ശരിയാണ്. അദ്ദേഹം പറഞ്ഞ ആശയം തന്നെയാണ് അന്ന് മുന്നോട്ട് വെച്ചത്. സാംസ്കാരിക ക്ഷേമനിധിയുടെ ഭാഗമായി മാറാൻ വേണ്ടി. കാരണം കൂടുതലും എഴുത്തുകാരും സാംസ്കാരിക ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും ഒക്കെ ആയതുകൊണ്ട് അതിന് സാംസ്കാരിക ക്ഷേമത്തിന്റെ ഭാഗമാകാൻ കഴിയും. കാരണം നമ്മൾ ക്യാമറ കൈകാര്യം ചെയ്യുന്നവരാണ്, സാഹിത്യം കൈകാര്യം എഴുത്ത് കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും സാംസ്കാരികത്തെ ചേർക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. അത് ശ്രീ A.K. ബാലന്റെ കാലത്ത് അത് ഉണ്ടായിരുന്നു. ഇനിയും നിങ്ങൾ അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുകയും സാംസ്കാരിക മന്ത്രിയെ കാണുകയും, സാംസ്കാരിക മന്ത്രിയോട് തീർച്ചയായിട്ടും സജി ചെറിയാനുമായിട്ട് ഞാൻ നാളെ തിരുവനന്തപുരത്ത് കാണാൻ മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് അത് എത്രയും വേഗം നിങ്ങളെ കൂടി സാംസ്കാരിക ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തി തരണം. അത് ഉൾപ്പെടുത്താൻ അന്ന് ശ്രീ A.K. ബാലനോട് ഞാൻ ന്യായങ്ങൾ നിരത്തിയാണ്. കാരണം ക്യാമറയാണ് നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സിനിമ എടുക്കുന്നവരെ മൊബൈൽ ക്യാമറയാണെങ്കിൽ മറ്റേ ക്യാമറ വേണമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം സിനിമ എടുക്കുന്നവരെ മൊബൈലിലാണ്, ഇന്റർനാഷണൽ സിനിമകൾ വരെ ആപ്പിൾ ഫോണിലാണ് സിനിമ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മൊബൈൽ ഫോണിൽ എടുക്കുന്നില്ല, ക്യാമറ കൈകാര്യം ചെയ്യുന്നവരാണ്. ദൃശ്യമായ മാധ്യമ വാർത്തകൾ അത് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എഴുതി വാർത്തകൾ കൊടുക്കുന്നു. കാരണം വാർത്തകൾ ശേഖരിച്ച് എഴുതി കൊടുക്കുന്നു. ഒരു സാഹിത്യ വാസനയുള്ളവരാണ്, നിങ്ങൾ പറയും എഴുത്ത് വാസനയുള്ളവരാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും സാംസ്കാരിക ക്ഷേമനിധിയുടെ ഭാഗമായി മാറുന്നതാണ് ഇന്ന് ബുദ്ധി. ഒരുപക്ഷെ പത്രപ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ ഭാഗമാകുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത് സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ വരുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ തുടരണം. ഇവിടെ പറഞ്ഞു ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് വളരെയധികം ഓതന്റിസിറ്റി ഉണ്ട്. അതിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഔദ്യോഗികമായി ഈ സംഘടനയിൽ അംഗമാണോ, ഇവർ യഥാർത്ഥത്തിൽ പത്രപ്രവർത്തകരാണോ എന്ന് അറിയുന്നതിനുള്ള ഒരു നല്ല ഒരു സംവിധാനം തന്നെയാണ് QR കോഡ് എന്ന് പറയുന്നത്. ആ QR കോഡ് ശ്രീമത് പറഞ്ഞു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അത് കൃത്യമായി നമ്മുടെ സൈറ്റിലേക്ക് വരികയും അംഗീകൃതമായ ഒരു പത്രപ്രവർത്തകരാണ്, അദ്ദേഹം ജെനുവനായിട്ടുള്ള ആളാണ്. കാരണം ഇതിന്റെ പേരിൽ ഇപ്പൊ വാളെടുത്തവരെ വെളിച്ചപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കാം. ഈ കാർഡ് വിതരണം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സംഘടനയൊന്നും ഇല്ലാത്ത യാതൊരു കാര്യത്തിലും ഞാനൊരു പത്രപ്രവർത്തകനാണെന്ന് നാളെ പ്രഖ്യാപിക്കണം. സ്വയം ഞാനും പ്രഖ്യാപിക്കും. ഞാനൊരു ക്യാമറയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനൊരു ചാനലൊക്കെ തുടങ്ങിയിട്ട് ഞാനൊരു പത്രപ്രവർത്തകനാണ് തീരുമാനിച്ചിട്ട് നാട്ടിലുള്ള കൊണ്ടാകും, നാട്ടിലെ 10 തെറി ഉള്ളതും ഇല്ലാത്തവരെ പറയും. പിന്നെ ആരും കേസ് കൊടുക്കാത്തതെന്നറിയാം. മെനക്കെടാനായിരുന്നു സമയമില്ല.
പണ്ടാണ് ഈ മാനേട്ടത്തിന് കേസ് കൊടുക്കും. ഇപ്പൊ മാനേട്ടത്തിന് കുറിച്ച് കേസ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ മാനക്കേടെന്നുള്ളത് ആരും കൊടുക്കുന്നില്ല. അത് ആരും പേടിച്ചിട്ടല്ല. ഇതിനൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഈ സദാചാരത്തെ ഉയർത്തിപ്പിടിച്ച ആളുകൾ തകർക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ആളുകൾ ഇത് പറഞ്ഞ് നനയുമ്പം ആദ്യം നനയുമ്പോൾ ഒരു കുളിരിയാണ്. ആരെയും നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. മൊത്തം മുങ്ങിയാൽ പിന്നെ നടക്കത്തില്ല എന്ന് പറയും. എന്ന് പറയുന്ന ആളുകൾ ഇപ്പം മൊത്തം മുങ്ങി. അതുകൊണ്ട് ഇപ്പൊ ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ജനുവരി മാസം 6-ാം തീയതിയാണ് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം, കൊല്ലം ജില്ലയിലെ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുന്നത്. ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമ്പോൾ പലർക്കും ID കാർഡുകളും അംഗത്വവും പുതുക്കുന്നതിൽ കാലതാമസം നേരിടുകയും പല സാമ്പത്തിക പ്രശ്നങ്ങളും നേരിടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അസോസിയേഷൻ എന്നെ ഈ ചുമതല ഏൽപ്പിക്കുന്നത്. ഞാൻ ഈ ചുമതല ഏറ്റെടുത്ത ഉടൻ തന്നെ നമ്മൾ പുതിയ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുകയും എന്നോടൊപ്പം ഞാനായി നിന്ന 8 പേരോളം അഡ്ഹോക് കമ്മിറ്റിയുടെ ഭാഗമായി തീരുകയും ചെയ്തു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഓരോ മേഖലാ കമ്മിറ്റിയെയും സമീപിക്കുകയും മേഖലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് എല്ലാ അംഗങ്ങൾക്കും എല്ലാ മേഖലാ കമ്മിറ്റിയുടെ എല്ലാ അംഗങ്ങളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ടു പോകുവാൻ ഞാൻ അഡ്ഹോക് കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുള്ളതിൽ ഞങ്ങൾക്കതിൽ അതിയായ സന്തോഷമുണ്ട്. പൂർത്തിയാക്കും. അത് ഒത്തിരി പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് കുറെ അധികം പോരായ്മകളൊക്കെ നമുക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കുക എന്നുള്ള നിലയ്ക്ക് മാത്രം അന്നൊരു ലക്ഷ്യം ഉണ്ടായിരുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു 1.5 മാസത്തിനുള്ളിൽ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 17/1/2025 കൂടിയ അല്ലെങ്കിൽ എടുത്ത അഡ്ഹോക് കമ്മിറ്റിയുടെ ആ ഒരു പാനലിന്റെ വർക്ക് കൊണ്ട് 10/3/2025 1.5 മാസത്തിന് ശേഷം അടുത്ത മീറ്റിംഗ് കൂടി ID കാർഡ് ആ ഒരു ക്യാമ്പയിൻ പൂർത്തിയാക്കാൻ സാധിച്ചു. അതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പൊ അതിൽ മുഴുവൻ മേഖലകളും, അതായത് നമ്മുടെ കേരള പത്രപ്രവർത്തക അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആളുകളെ മാത്രമേ ഇതിൽ അംഗങ്ങളാക്കുന്നുള്ളൂ. പല സംഘടനകളും പത്ര ഏജന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, കേബിൾ വലിക്കുന്ന ആളുകൾ ഇവരൊക്കെ അംഗങ്ങളാക്കിയിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ അതിന്റെ കൃത്യമായ പ്രവർത്തനം നടത്തുന്നത്, വാർത്തകൾ നൽകുന്ന ആളുകൾ, വാർത്ത വായിക്കുന്ന ആളുകൾ, ഫോട്ടോഗ്രാഫർമാര്, ഇത്തരത്തിലുള്ള ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മാത്രം മെമ്പർഷിപ്പ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ജില്ലയിൽ നിന്ന് 103 അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 75-80% തന്നെയാണ്. അത് ഒരു ജില്ലയുടെ 75-80% തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ഏകദേശം മുഴുവൻ ആളുകളും കേരള പത്രപ്രവർത്തക അസോസിയേഷനിലായിരുന്നു. ഇത്തവണ കുറച്ച് ആളുകളെ നീക്കം ചെയ്ത് 103 ആക്കിയിട്ടുണ്ട്. കൂടുതൽ മെമ്പർഷിപ്പുകൾ വന്നിട്ടുണ്ടെന്നാണ് ഷാനവാസ് പറഞ്ഞത്. കൂടുതൽ മെമ്പർഷിപ്പുകൾ വന്നിട്ടുണ്ട്. ഏതായാലും പത്രപ്രവർത്തക അസോസിയേഷൻ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം, ഇതിൽ എത്ര പേര് പങ്കെടുക്കുമെന്ന് എനിക്കറിയില്ല. ഒരു 10 വർഷം മുൻപേ കോഴിക്കോട് വെച്ചായിരുന്നു ഇതിന്റെ മലബാർ സമ്മേളനം നടന്നത്. അത് ഒരു ഐതിഹാസിക സമ്മേളനമായിരുന്നു. മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് KUWJ എന്ന് പറയുന്ന സംഘടനയാണ്. എല്ലാവരും പറയുന്നത് എന്താണ്, മുഖ്യധാര മാധ്യമ സംഘടന എന്നൊക്കെ നമ്മൾ പറയാം KUWJ ആണ്. അടുത്തത് വൈശാഖ് സുഭാഷ്, ശിവാനന്ദ്. അടുത്തതായി അജിത് കുമാർ. അടുത്തത് സന്തോഷ്. അടുത്തതായി V അനിൽകുമാർ. അടുത്തതായി ലിജോ തോമസ്. അടുത്തതായി സുനിൽ കുമാർ. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അതിനു പകരം അദ്ദേഹത്തിന്റെ പിതാവ് ജോസ് തോമസ് ആണ് തന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം മാറ്റിവെക്കുവാൻ സന്മനസ്